നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. കുറച്ചുപേരൊക്കെ ഭക്ഷണം കഴിച്ച് കാണും, കുറച്ചുപേർ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാകും. ഏതായാലും നമ്മൾ അതിനൊപ്പം വാർത്തയും കൂടി കൊണ്ടുപോവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ തയ്യാറാണ്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി, കുറ്റക്കാരെ സംരക്ഷിക്കില്ല. ഓഡിറ്റിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. അഴിമതി ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അത് ആരുടെ ഭാഗത്തുനിന്നായാലും അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടാകില്ല എന്നത് അനുഭവത്തിലൂടെ വ്യക്തമാണ്. അതൊരാവർത്തി കൂടി വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. കരുവന്നൂരിൽ കേന്ദ്ര ഏജൻസികൾക്ക് വിമർശനം. പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്ന നടപടി നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നാളെ. അനുബന്ധ പൂജകൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അയോധ്യയിലെത്തും. അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി 24 വാർത്താ സംഘം. പ്രാണപ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ച അവധി പിൻവലിച്ച് ഡൽഹി എയിംസ്. പുതുച്ചേരി ജപ്മർ ആശുപത്രിയിലെ അവധി വിഷയത്തിൽ ഇടപെടാതെ മദ്രാസ് ഹൈക്കോടതി. ബി.ജെ.പിയും കോൺഗ്രസും തൃശൂരിൽ നീക്കങ്ങൾ ശക്തമാക്കിയതോടെ കളത്തിലിറങ്ങാൻ CPI-യും. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യം. സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ മെനയും. തൃശൂരിൽ ബി.ജെ.പി കോൺഗ്രസ് പോരാട്ടമെന്ന TN പ്രതാപന്റെ വാദം തള്ളി DCC പ്രസിഡന്റ്. തൃശൂരിൽ LDF UDF പോരാട്ടമെന്ന് ജോസ് വള്ളൂർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശം നടപ്പിലായില്ല. ഏകീകൃത കുർബാന വേണമെന്ന സർക്കുലർ ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിൽ തർക്കം. ദൃശ്യങ്ങൾ 24-ന്. മിച്ചഭൂമി കേസിൽ CPM നേതാവും മുൻ MLA-യുമായ ജോർജ് എം തോമസിന് തിരിച്ചടി. കൈവശ ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. 5 ഏക്കർ 7.5 സെന്റ് ഭൂമി തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. വീട് നിർമ്മാണത്തിന് 35 സെന്റ് ഭൂമിക്ക് ഇളവ് നൽകി. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി KSRTC-യുടെ വാർഷിക റിപ്പോർട്ട്. 9 മാസത്തെ ലാഭം 2,88,00,000 രൂപയെന്ന് കണക്കുകൾ. മന്ത്രിക്ക് CMD ഉടൻ റിപ്പോർട്ട് നൽകിയേക്കും. വേനൽക്കാല ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ KSEB ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങും. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ KSEB ഇടപെട്ടില്ലെന്നും വിമർശനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ മഹാറാലി അല്പസമയത്തിനകം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് മുയ്യീൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസ്. ലീഗ് പ്രവർത്തകൻ റാഫി പുതിയ കടവിലിനെതിരെ FIR. ഭീഷണി, കലാപോഹനം എന്നീ കുറ്റങ്ങൾ ചുമത്തി. വയനാട്ടിൽ ജനമധ്യത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ ഇൻസ്പെക്ടർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കീഴുദ്യോഗസ്ഥനെ തല്ലിയത് വൈത്തിരി ഇൻസ്പെക്ടർ ബോബി വർഗീസ്. കയ്യേറ്റം. പരാതി അന്വേഷിക്കാനെത്തിയപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന കാരണം പറഞ്ഞ്. നടപടിക്കെതിരെ പോലീസ് അസോസിയേഷൻ രംഗത്ത്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ച സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ. ഗുരുതരാവസ്ഥയിലായ ആശയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വൈകിയെന്ന ആരോപണം. പരാതിയിൽ ഇടപെട്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ നിർദ്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. പ്രേക്ഷകരൊക്കെ സജീവമായി തന്നെ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജാസ്മിൻ ജേവിൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ജോസ്വിൻ ജോസഫ്, PR നന്ദനൻ, അഞ്ജന, റിൻസി മാനുവൽ, അമിന, ഇർഷാദ്, ഷംസുദ്ദീൻ, ഒപ്പം ഗീതു, ജിജു ഡാനിയേൽ, പ്രിയ, ശ്രീ, ലിനീഷ് ബാബു, സുമേഷ് വേലായുധൻ, ഷിബിൻ ബഷീർ, അങ്ങനെ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുകയാണ്. നേരെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെയാണ് നടക്കാനിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നാളെ.
ദിവസങ്ങളായുള്ള ഒരുക്കങ്ങളാണ് അവിടെയുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള അനുബന്ധ പൂജകളൊക്കെയാണ് ഇന്ന് അയോധ്യയിൽ പുരോഗമിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ രാവിലെ അയോധ്യയിലെത്തും. കനത്ത സുരക്ഷയിലാണ് അയോധ്യ ഇപ്പോൾ ഉള്ളത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. ഇവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠയ്ക്ക് അയോധ്യയിലേക്ക് വരേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി തീർത്ഥാടകരോട് പറഞ്ഞെങ്കിലും ആരും അത് ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല. വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഇപ്പോഴും. ത്രേതായുഗ പ്രൗഢിയിൽ അയോധ്യ ഒരുങ്ങുന്നു. ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശം ഇന്ന് രാവിലെ നടന്നു. 125 കലശങ്ങൾ കൊണ്ടായിരുന്നു രാമവിഗ്രഹത്തിന്റെ സ്നാനം. കലശ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസിവര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ പൂജകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹം ശയ്യയിൽ പ്രവേശിക്കും. നാളെ രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. 12:30 പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിദിന പൂജകൾ സംബന്ധിച്ച കാര്യത്തിലും ട്രസ്റ്റ് അന്തിമ തീരുമാനം കൈക്കൊണ്ടു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള എല്ലാ ദിവസവും 3 ആരതികൾ വീതമാകും ഉണ്ടാകുക. രാവിലെ 6:30, ഉച്ചയ്ക്ക് 12 മണി, സന്ധ്യയ്ക്ക് 7:30 സമയങ്ങളിലാകും ആരതികൾ. പ്രതിദിനം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര സന്ദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരതി ചടങ്ങുകൾ പാസ് മൂലം നിയന്ത്രിക്കാനാണ് തീരുമാനം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നാളെ പൂർത്തിയായാൽ മറ്റന്നാൾ മുതൽ തന്നെ ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു നൽകാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 1 ലക്ഷത്തിലധികം ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കും. അയോധ്യയിൽ നിന്ന് ക്യാമറമാൻമാരായ യോഗേഷ് സിംഗിനും VS രാഹുലിനും റിപ്പോർട്ടർ S വിജയകുമാറിനും ഒപ്പം R രാധാകൃഷ്ണൻ, 24. അങ്ങനെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കാൻ പോവുകയാണ്. 24 വാർത്താ സംഘം അവിടെ ദിവസങ്ങളായുണ്ട്. S വിജയകുമാറും R രാധാകൃഷ്ണനും 24 സംഘത്തെ അവിടെ നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ എന്ന് നോക്കാം. S വിജയകുമാറുമുണ്ട്, ഒപ്പം R രാധാകൃഷ്ണനുമുണ്ട്. വിജയകുമാർ, അവിടെ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ രാവിലെ മുതൽ തന്നെ? പ്രധാനമന്ത്രി നാളെയാണല്ലോ എത്തുന്നത്. മറ്റ് ആരൊക്കെ എത്തുന്നുണ്ട് പ്രമുഖരായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ്, ഇവിടേക്ക് നാളെ ആരൊക്കെ എത്തുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. VIP-കളുടെ കാര്യത്തിൽ ക്ഷണപത്രിക കിട്ടിയ മുഴുവൻ ആളുകളും ഇവിടേക്ക് ദർശനത്തിനായോ ഈ ചടങ്ങിനായും പങ്കെടുക്കുമോ എന്നതിൽ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതായി ഈ ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചിട്ടില്ല. പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത വിശിഷ്ടാതിഥികളൊക്കെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള പദ്ധതി പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട് സന്ദർശനത്തിന് ശേഷം നാളെ രാവിലെ 10:25 അയോധ്യ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് അയോധ്യ നഗരത്തിലെ ക്ഷേത്രത്തിന് സമീപം 10:55 എത്തും. തുടർന്ന് 11 മുതൽ 12 വരെ അദ്ദേഹത്തിന് ഷെഡ്യൂളുകളൊന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം സരയൂ നദിയിൽ സ്നാനത്തിനായി പോകുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 11:30 മുതൽ 12:30 വരെ നീണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായും ക്ഷേത്രത്തിലായിരിക്കും, ആ ചടങ്ങുകളിലായിരിക്കും. പ്രാണപ്രതിഷ്ഠയിൽ 12:30 പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ എത്തിയ 7000-ഓളം അതിഥികളെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി പോകുന്നത് വരെ മറ്റുള്ളവർക്ക് അവിടെ ദർശനത്തിന് അനുമതി ഉണ്ടായിരിക്കില്ല. കർശനമായ നിയന്ത്രണം, സുരക്ഷാ ക്രമീകരണം നഗരത്തിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ടയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഈ പ്രധാനപ്പെട്ട വഴിയിലൂടെ 10,000-കണക്കിന് ആളുകളാണ് ഈ പദയാത്രയായി വന്നുകൊണ്ട്. വിജയകുമാർ, രാധാകൃഷ്ണൻ, ഒരു നിമിഷം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട്. അഫ്ഗാൻ മലനിരകളിൽ ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയതിനു ശേഷം തിരികെ എത്താം. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നത്. ബൽറാം, ഈ അപകടം എങ്ങനെയുണ്ടായി? മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി അറിവാകുന്നുണ്ടോ ബൽറാം? ഉന്മേഷ, പ്രാഥമികമായ വിവരം മാത്രമാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഫ്ഗാനിലെ മലനിരകളിൽ ഒരു ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണു എന്നാണ് ടോളോ ന്യൂസ്, അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബദഖ്ഷാൻ പ്രവിശ്യയിലെ ഖുറാൻ, മുജാൻ, സിബാക് ജില്ലകൾ ചേരുന്ന ടോഖാനിയിലെ മലനിരകളിലാണ് ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണുതായുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി സബിഹുള്ള അമീരിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ടോളോ ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഏത് കമ്പനിയുടെ യാത്രാ വിമാനമായിരുന്നു, എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ഒരു ഇന്ത്യൻ യാത്രാ വിമാനം അഫ്ഗാനിസ്ഥാനിലെ ടോപ്ഖാനയിലെ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ്
ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി വ്യോമയാന മന്ത്രാലയമോ അല്ലെങ്കിൽ DGCA അടക്കമുള്ളവരുടെ യാതൊരു പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഈ അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ബൽറാം, ഈ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അവര് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണോ? ഇത്തരത്തിലൊരു അപകടം സംബന്ധിച്ച് വിവരമില്ല എന്നാണോ അവർ പറയുന്നത്? ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ആ നിലയ്ക്ക് കൂടി റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ ബൽറാം. ഉന്മേഷ്, ഈ അപകടം സംബന്ധിച്ച ഇന്ത്യൻ വിമാനം അപകടത്തിൽപ്പെട്ടതായി അഫ്ഗാൻ മാധ്യമം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം എന്തായാലും DGCAയോ അല്ലെങ്കിൽ ഇന്ത്യൻ അധികൃതരോ അത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അഫ്ഗാൻ മാധ്യമം ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകി എന്നത് സംബന്ധിച്ചും ഇപ്പോൾ അവ്യക്തത തുടരുകയാണ്. അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് ഇന്ത്യൻ വിമാനം അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണു എന്ന് അഫ്ഗാനിലെ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാർത്ത നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല. DGCAയോ വ്യോമയാന മന്ത്രാലയമോ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഉന്മേഷ്, ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ DGCA പറയുന്നത് ഒഫീഷ്യലി അവർ കൺഫേം ചെയ്യുന്നു ദിസ് ഇസ് നോട്ട് ആൻ ഇന്ത്യൻ പ്ലെയിൻ എന്നവർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് മൊറോക്കൻ രജിസ്റ്റേർഡ് DF-10 എയർക്രാഫ്റ്റ് ആണ്. സീനിയർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് മൊറോക്കൻ ഫ്ലൈറ്റ് ആണെന്നുള്ള DGCAയുടെ ഒരു വിശദീകരണം കൂടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ ബൽറാം. ഉന്മേഷ്, ഇത് സംബന്ധിച്ച് ഇപ്പോൾ DGCA വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇന്ത്യൻ വിമാനമല്ല എന്ന സ്ഥിരീകരണം തന്നെയാണ്. DGCAക്ക് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭിച്ചിട്ടില്ല എന്നുമാണ്. മൊറോക്കോൺ രജിസ്റ്റേർഡ് ആയ DF-10 വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്, ടോപ്കാനയിലെ മലനിരകളിൽ തകർന്നു വീണത് എന്നാണ് DGCA നൽകുന്ന വിശദീകരണം എന്നുള്ളത്. ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. DGCA ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. തകർന്നു വീണത് ഇന്ത്യൻ വിമാനമല്ല എന്നും ഉള്ള കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൊറോക്കയിൽ അല്ലെങ്കിൽ മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ ഒരു വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നത് എന്നാണ് DGCAയുടെ വിശദീകരണം. എന്നാൽ ടോളോ ന്യൂസ് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വാർത്ത നൽകി എന്നുള്ളത് എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിമാനം എന്ന് അഫ്ഗാൻ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്, മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ടോളോ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ DGCA ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബൽറാം. ദ അൺഫോർച്ചുനേറ്റ് പ്ലെയിൻ ക്രാഷ് ദാറ്റ് ഹാസ് ജസ്റ്റ് ഒക്കേർഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഈസ് നെയ്തർ ആൻ ഇന്ത്യൻ ഷെഡ്യൂൾഡ് എയർക്രാഫ്റ്റ് നോൺ ഷെഡ്യൂൾഡ് ചാർട്ടർ എയർക്രാഫ്റ്റ്. ഇറ്റ് ഈസ് എ മൊറോക്കൻ രജിസ്റ്റേർഡ് സ്മോൾ എയർക്രാഫ്റ്റ്. മോർ ഡീറ്റെയിൽസ് ആർ അവൈറ്റഡ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശദീകരണം വരുന്നത്. അപ്പോൾ ടോളോ ന്യൂസ് അങ്ങനെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആശങ്ക അല്പം അകന്നു എന്ന് വേണം കരുതാൻ. ഔദ്യോഗികമായി വരുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ത്യൻ വിമാനമല്ല, മറിച്ച് അതൊരു മൊറോക്കൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ആണ് എന്ന് ഉറപ്പിക്കാം, അല്ലേ ബൽറാം? തീർച്ചയായും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് തന്നെ ഔദ്യോഗികമായി DGCA വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ ഒരു വിമാനമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളെ സംബന്ധിച്ചും ഔദ്യോഗികമായി അത് സംബന്ധിച്ചുള്ള അവസാന വാക്ക് DGCA തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇത് DGCA ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. തകർന്നു വീണത് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണത് ഇന്ത്യൻ വിമാനം അല്ല എന്നും അത് ഒരു മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനമാണ് എന്നും അതാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. ടോളോ ന്യൂസിന്റെ വാർത്ത സംബന്ധിച്ചുള്ള വ്യക്തത വരും സമയങ്ങളിൽ ലഭ്യമാകും എന്ന് തന്നെയാണ്. ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീണതെന്ന് ഔദ്യോഗികമായി ടോളോ ന്യൂസ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടോളോ ന്യൂസ് വാർത്ത പുറത്തുവിട്ടതാണ് ഇന്ത്യയെ ഏറെ ആശങ്കയിലാക്കിയത്. എന്നാൽ DGCA നിമിഷങ്ങൾക്കകം തന്നെ അത് വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണതെന്നും
DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, ഇനി അറിയാനുള്ളത് ബൽറാം, അങ്ങനെയെങ്കിൽ ഇന്ത്യക്കാർ ആരെങ്കിലും സഞ്ചാരികളെ യാത്രക്കാരായി അതിലുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ അറിയാനുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ അപകടം നടന്നതേ ഉള്ളൂ, അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഏതായാലും പ്രാഥമികമായത് ഇന്ത്യൻ വിമാനമല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ DGCA വ്യക്തത വരുത്തിയിരിക്കുന്നു. ഈ ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലുള്ള ചാനലുകൾ, മാധ്യമങ്ങളൊക്കെ ബൽറാം? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ അപകടത്തിന്റെ വാർത്ത പുറത്തു വന്ന നിമിഷങ്ങൾക്കകം തന്നെ DGCA അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിമാനമല്ല എന്നുള്ളത് വലിയ തോതിൽ ആശങ്ക അകറ്റിയിരിക്കുന്നു. ഇനി അതിൽ ഇന്ത്യക്കാരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ആശങ്കയായി നിലനിൽക്കുന്നത്. എന്നാൽ ഈ വിമാനം എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്ന വിമാനമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ മാത്രമേ അതിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വരികയുള്ളൂ. ഉടൻ തന്നെ അക്കാര്യങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തിയ ഒരു റിപ്പോർട്ടാണ് അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. ഇന്ത്യൻ വിമാനം അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നുവെന്ന് അക്കാര്യം ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ്. DGCA അത് വ്യക്തമാക്കിയിരിക്കുന്നു. തകർന്നു വീണത് ഇന്ത്യൻ വിമാനമല്ല എന്നും മൊറോക്കൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണത് എന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റ് വിവരങ്ങൾ, ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഏത് വിമാനം, എത്ര യാത്രക്കാർ, എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്ന വിമാനം, അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്ന വാർത്ത, അത് അഫ്ഗാന്റെ ന്യൂസ് മാധ്യമമായ ടോളോ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഇന്ത്യൻ വിമാനം തകർന്നു വീണു അഫ്ഗാൻ മലനിരകളിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ DGCAയും ഇന്ത്യൻ സിവിൽ ഏവിയേഷനും ഒക്കെ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറിച്ച് അതൊരു മൊറോക്കൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ആണ് എന്ന് പറയുന്നു. ആ വിമാനത്തിൽ നിലവിൽ ഇന്ത്യക്കാർ ഇല്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അല്പ സമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും. മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ ഈ വിമാനം തകർന്നു വീണു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അഫ്ഗാൻ വാർത്താ ഏജൻസിയാണിത് പുറത്തുവിട്ടത്. പക്ഷെ വാർത്ത വന്ന ആദ്യഘട്ടത്തിൽ അല്പം ആശങ്കയുണ്ടായി. അതിന് കാരണം അത് ഇന്ത്യൻ വിമാനമാണ് എന്ന് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് DGCA തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ അയോധ്യയുടെ ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാർത്ത വന്നത്. അടിയന്തരമായി ഇതിലേക്ക് പോകേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ ആശങ്ക കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വീണ്ടും അയോധ്യ വാർത്തകളിലേക്ക് തിരികെ പോവുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നാളെ നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി. ധനുഷ്കോടിയിലെ ശ്രീ കോദണ്ഡരാമക്ഷേത്രമാണ് ഇന്ന് അദ്ദേഹം സന്ദർശിച്ചത്. ശ്രീരാമനുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് ഇന്നും ഇന്നലെയുമായി മോദി സന്ദർശിച്ചത്. ധനുഷ്കോടിക്ക് സമീപം രാമസേതു നിർമ്മിച്ച അരിച്ചാൽ മുനൈ സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാണായാമ പരിശീലനം നടത്തി. ധനുഷ്കോടിയിലെ ശ്രീ കോദണ്ഡരാമസ്വാമി ക്ഷേത്രവും മോദി സന്ദർശിച്ചു. വില്ല് ധരിച്ച ശ്രീരാമനാണ് കോദണ്ഡരാമൻ എന്നറിയപ്പെടുന്നത്. രാവണന്റെ സഹോദരനായ വിഭീഷണൻ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീരാമനെ വന്നുകണ്ട് മാപ്പിരുന്നതെന്നാണ് വിശ്വാസം. ഇന്നലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലും രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് ശ്രീ കോദണ്ഡരാമ ക്ഷേത്രത്തിൽ മോദി എത്തിയത്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തും. 24 ഡൽഹി. അയോധ്യ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ച അവധി പിൻവലിച്ചിരിക്കുകയാണ് ഡൽഹി എയിംസ്. കനത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. അതേസമയം മഹാരാഷ്ട്ര സർക്കാർ നാളെ പ്രഖ്യാപിച്ച അവധിയും പുതുച്ചേരി ജിപ്മർ ഉച്ചവരെ പ്രഖ്യാപിച്ച അർദ്ധദിന അവധിയും മദ്രാസ്, ബോംബെ ഹൈക്കോടതികൾ ശരിവെച്ചു. ഹർജിക്കാർക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബോംബെ ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ ഇടപെടൽ അനുയോജ്യം അല്ലെന്നും കോടതി നിരീക്ഷിച്ചു. നേരത്തെ നമ്മൾ ആ വിമാന അപകട വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകർ ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം ന്യൂസ് പുറത്തുവിട്ടാൽ മതി എന്നുള്ളതായിരുന്നു. ഇത് ടോളോ ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണ്. അഫ്ഗാന്റെ ഒരു മാധ്യമമാണ്. അഫ്ഗാൻ മാധ്യമം ടോളോ ന്യൂസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആ വാർത്തയിൽ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒരു മാധ്യമം അത്തരത്തിൽ വാർത്ത പുറപ്പെടുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അത്തരത്തിൽ മാത്രമാണ് നമ്മൾ വാർത്തയെ സമീപിച്ചത്. DGCA അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അതേസമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ആശങ്ക
അകറ്റുകയും ചെയ്തു. അക്കാര്യം ഓർക്കുമല്ലോ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ചൊരു വാർത്തയുണ്ട്. അതിലേക്ക് കടക്കും മുൻപ് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സഹകരണ മേഖലയിലെ അഴിമതി ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. മേഖലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ളത്, പ്രത്യേകിച്ച് കരുവന്നൂരിലെ തട്ടിപ്പ് വാർത്തകളടക്കം പുറത്തുവരുന്ന ഈ പശ്ചാത്തലത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഓഡിറ്റിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്ന നടപടി നിയമപരമായി തെറ്റാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനം നടത്തിയത്. അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നത് നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ മന്ത്രി VN വാസവൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നുവെന്നും VN വാസവൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇഡിക്കെതിരെ കൃത്യമായ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പാവപ്പെട്ടവന് കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാൻ സർക്കാരിനോട് പറയുമോ, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ അക്കാര്യം എന്നുള്ളതാണ്. പല സമയങ്ങളിൽ പല റിപ്പോർട്ടുകളിലൂടെ നമ്മൾ അക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി തന്നെ ഭരണകൂടത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ 24 മുന്നിൽ തന്നെ ഉണ്ടാകും. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. സിനഡ് സർക്കുലറിൽ തർക്കം തീരുന്നില്ല. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, സിറോ മലബാർ സഭയിൽ പുതിയ ആർച്ച് ബിഷപ്പ് വന്നതാണ്. അതിനുശേഷം ആ സിനഡിൽ തന്നെ പുതിയ സർക്കുലർ പുറത്തിറക്കാൻ തീരുമാനിച്ചു. അത് ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല ആ നിലയ്ക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലർ അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും വായിക്കാൻ കഴിഞ്ഞില്ല. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ ഇതിനിടെ വാക്കേറ്റവും ഉണ്ടായി. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളടങ്ങിയ സിനഡ് സർക്കുലർ പള്ളികളിൽ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ സർക്കുലർ വായിക്കില്ലെന്ന വിമത വിഭാഗവും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഔദ്യോഗിക വിഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ ഇരുവിഭാഗം വിശ്വാസികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സിനഡ് സർക്കുലർ വായിക്കണമെന്ന ഔദ്യോഗിക വിഭാഗവും വായിക്കരുതെന്ന വിമത വിഭാഗവും ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു തർക്കം. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ടു പോകുമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട്. മാർപ്പാപ്പയെ സിനഡ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും വിമത വിഭാഗം പറയുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വത്തിക്കാന്റെ അനുമതിയോടെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ തീരുമാനം. 24 കൊച്ചി. കെ വാസുദേവ് അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നാളത്തെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ അദ്ദേഹം 24 കാണാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാവർക്കും ഒപ്പം എല്ലാ ചാനലുകളും നൽകുന്ന പോലെ തന്നെ 24 വളരെ മികച്ച രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, തത്സമയ സംപ്രേഷണം അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. 24 വാർത്താ സംഘം അവിടെ ദിവസങ്ങളായി തന്നെ തുടരുന്നുണ്ട്. SV വിജയകുമാറും രാധാകൃഷ്ണനും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. മിച്ചഭൂമി കേസിൽ തിരുവമ്പാടി മുൻ MLA ജോർജ് M. തോമസിന് തിരിച്ചടി. ജോർജ് M. തോമസ് കൈവശം വെച്ച ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. 5.75 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി കണ്ടുകെട്ടാൻ ഉത്തരവ് ഇട്ടത്. ഇതിൽ പുതിയ വീട് നിർമ്മിക്കുന്ന 35 സെന്റ് ഭൂമിയുണ്ട്. ഈ ഭൂമിക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് ജോർജ് M. തോമസ് അറിയിച്ചത്.
ജോർജും തോമസും സഹോദരങ്ങളും കൈവശം വെച്ച 16.4 ഏക്കർ ഭൂമിയിൽ 5.75 ഏക്കർ ഭൂമി മിച്ചഭൂമിയായി കണ്ടുകെട്ടാനാണ് കോഴിക്കോട് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടത്. കണ്ടുകെട്ടുന്ന 5.25 ഏക്കറിൽ നിന്ന് പുതുതായി വീട് നിർമ്മിക്കുന്ന 35 സെന്റ് ഭൂമി ഒഴിവാക്കണമെന്ന് ജോർജും തോമസിന്റെ അപേക്ഷ ബോർഡ് അംഗീകരിച്ചു. എന്നാൽ ഈ വിധിയിലെ നിഗമനങ്ങളിൽ ചിലത് വാസ്തവ വിരുദ്ധമാണെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ജോർജും തോമസ് പ്രതികരിച്ചു. നിഗമനങ്ങളിൽ ചിലത് വാസ്തവവിരുദ്ധമാണ്, അത് തെറ്റായ നിഗമനങ്ങളാണ്. ആ തെറ്റായ നിഗമനങ്ങൾ വിധിയിലുണ്ടാകുന്നത് രേഖ നിലയിൽ അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അതുമാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ചിട്ട് ശേഷം എടുക്കേണ്ട ഒരു കാര്യമാണ്. കൊടിയത്തൂർ വില്ലേജിലെ 16.4 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ 2000-ൽ ലാൻഡ് ബോർഡ് വിധിച്ചിരുന്നു. വിധിക്കെതിരെ ജോർജും തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ അപേക്ഷയിലെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ഇതോടെ 2000-ലെ ലാൻഡ് ബോർഡ് വിധി നടപ്പാക്കാത്തത് ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തികൾ ലാൻഡ് ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. 24 കോഴിക്കോട്. നമ്മൾ നേരത്തെ മാർപ്പാപ്പ വാർത്ത സഭാ സിനഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കുന്നില്ലല്ലോ എന്ന് ജാസ്മിൻ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉന്മേഷ് ബ്രോ ഫുഡ് കഴിച്ചു എന്നാണ് അവരുടെ ചോദ്യം. ഫുഡ് കഴിച്ചില്ലേ? പരിപാടി കഴിഞ്ഞിറങ്ങിയതിന് ശേഷം വേണം കഴിക്കാൻ. സഭയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒട്ടേറെ പ്രേക്ഷകർ പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മൾ ഇതിനിടെ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ദിലീപ് കുമാർ ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ വാർ റിപ്പോർട്ട് ചെയ്യാൻ പോയവരൊക്കെ തിരിച്ചു വന്നോ എന്നാണ്. ഇപ്പോൾ ഒന്നും കാണുന്നില്ലാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അവിടേക്ക് ആ യുദ്ധം സംബന്ധിച്ച റിപ്പോർട്ടിനായി ആള് വിട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. രാധാകൃഷ്ണൻ അദ്ദേഹം പോയിട്ട് തിരിച്ച് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ എത്തിക്കുന്നുണ്ട് പ്രേക്ഷകരിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം സംബന്ധിച്ച വാർത്തകൾ ഇതിന് തൊട്ടു മുൻപ് നമ്മുടെ വേൾഡ് റൗണ്ടപ്പ് ഉണ്ടായിരുന്നു. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആ പരിപാടിയുടെ ഭാഗമാക്കി നമ്മൾ നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഓർക്കുമല്ലോ. അടുത്ത് നമ്മൾ KSRTCയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ ബസ് ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. 9 മാസത്തെ ലാഭം 2.88 കോടി എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ ബസ്സുകൾ നഷ്ടമാണെന്നും ഡീസൽ ബസ്സുകളിലേക്ക് മാറണം എന്നുമായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ബസ്സുകൾ ലാഭകരമാണോ എന്നറിയാൻ മന്ത്രി തേടിയ റിപ്പോർട്ട് CMD ഉടൻ സമർപ്പിക്കും. കിലോമീറ്ററിന് ശരാശരി 8.21 രൂപയാണ് ഈ ബസ്സുകളിൽ നിന്നുള്ള ലാഭം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 2.88 കോടി രൂപയുടെ ലാഭമാണ് ഈ ബസ് സർവീസുകളിൽ ഉണ്ടായത്. 9 മാസത്തിൽ ഒരു മാസം പോലും നഷ്ടമുണ്ടായില്ല. 10 രൂപ ടിക്കറ്റ് നിരക്കിൽ സർവീസ് നടത്തുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ ഉൾപ്പെടെ നഷ്ടത്തിലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദം തള്ളുന്നതാണ് വാർഷിക റിപ്പോർട്ടിലെ കണക്കുകൾ. ഡീസൽ ബസ്സുകൾ സിറ്റി സർക്കുലർ സർവീസിനായി വാങ്ങുമെന്ന മന്ത്രിയുടെ തീരുമാനവും തിരുത്തേണ്ടി വരും. സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയില്ല എന്നതാണ് കാരണം. ഈ ബസ് വാങ്ങുന്നില്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപേക്ഷിക്കേണ്ടി വരും. KB ഗണേഷ് കുമാറിന്റെ പരിഷ്കാര തീരുമാനങ്ങൾ CPIM-ലും LDF-ലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് CPIM നിലപാട്. അതേസമയം വിവാദത്തിൽ ഗണേഷ് കുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. അപ്പോൾ ഏതായാലും ആ റിപ്പോർട്ട് ഉടൻ തന്നെ മന്ത്രി KB ഗണേഷ് കുമാർ കൈമാറാൻ പോവുകയാണ്. CMD രഘുനന്ദനൻ ഒരു കാര്യം പറയുന്നുണ്ട്. KSRTCയിൽ എന്തു പരിഷ്കാരം ആര് കൊണ്ടുവന്നാലും അത് KSRTCക്ക് ഗുണം ചെയ്യുന്നതാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തർക്കമൊന്നും വേണ്ട. KSRTCക്ക് ഗുണം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ഗതാഗത മന്ത്രിയിൽ പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാവാലം ബാലചന്ദ്രൻ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ തകർന്നു വീഴുന്ന മൊറോക്കൻ എയർക്രാഫ്റ്റ് ആണെന്ന് വാർത്ത വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, മൊറോക്കൻ എയർക്രാഫ്റ്റാണ് ആദ്യം. ടോളനോസ് എന്ന അഫ്ഗാൻ മാധ്യമമാണ് ഇന്ത്യൻ എയർക്രാഫ്റ്റ് എന്നുള്ള റിപ്പോർട്ട് നൽകിയത്. സ്വാഭാവികമായും അത് നമ്മൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് അക്കാര്യത്തിൽ തിരുത്തൽ വന്നത്. അത് മൊറോക്കൻ എയർക്രാഫ്റ്റ് ആണെന്ന് DGCയും ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിരീകരണം കൂടി നമ്മൾ അല്പസമയം മുൻപ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് മഹാറാലി നടക്കാൻ പോവുകയാണ്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. കോഴിക്കോട് സ്വപ്ന നഗരിയിൽ നിന്ന് വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന റാലി വൈകിട്ട് 5 മണിയോടെ കടപ്പുറത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തെലങ്കാന മന്ത്രി ജനശ്രീ അനസൂയ മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ എന്നിവരെല്ലാം ഈ റാലിയുടെ ഭാഗമായി ഉണ്ടാകും.
ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഹിമാചൽ പ്രദേശിൽ കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ അയോധ്യ പ്രതിഷ്ഠാ ദിനമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഹിമാചലിൽ അവധി. ഹിമാചൽ ഓർക്കുക, അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് അവധി പ്രഖ്യാപിക്കുന്നത്. അയോധ്യയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് മുയ്യിനലി തങ്ങളെ വീൽ ചെയറിൽ ഇരുത്തുമെന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഭീഷണി. കോഴിക്കോട് സ്വദേശിയായ റാഫി പുതിയ കടവാണ് വാട്സാപ്പ് വഴി ഭീഷണി സന്ദേശം അയച്ചത്. മുയ്യിനലി തങ്ങൾ നൽകിയ പരാതിയിൽ മലപ്പുറം പോലീസ് കേസെടുത്തു. നിങ്ങള് ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മതഭീഷണി ഞങ്ങൾക്ക്. 2021 കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിച്ചതിന് മുയ്യിനലി തങ്ങളെ റാഫി പുതിയ കടവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. സമവായ നീക്കത്തിലൂടെ അന്നത്തെ പ്രശ്നം പരിഹരിച്ചു. പിന്നീട് മുയ്യിനലി തങ്ങളെ റാഫി നിരന്തരമായി ഫോണിലൂടെ വിളിച്ചിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും മുസ്ലിം ലീഗ് പ്രവർത്തകനായ റാഫി ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. പാണക്കാട് കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MSF നടത്തിയ പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസംഗത്തിനെതിരെ മുയ്യിനലി തങ്ങൾ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതാണ് ഭീഷണിക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. 2 മെസ്സേജ് വന്നു. അല്ല, അതിനു മുമ്പൊന്നും അങ്ങനെയല്ല, വളരെ നല്ല ഇതിലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകെ എന്താ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് മൂപ്പര് വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പരാതിയൊക്കെ കൊടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ഞാനും ചെയ്തു. മലപ്പുറം പോലീസിന് നൽകിയ പരാതിയിൽ റാഫി പുതിയകടവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കലാപാഹ്വാനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 24 മലപ്പുറം. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുണ്ടല്ലോ, ഹിമാചലിൽ കൂടി അവധി വരുന്നു നാളത്തെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അതെന്നതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇർഷാദ് പുൽവട്ട് അദ്ദേഹം പറയുന്നുള്ളൂ, പ്രവാസിയാണെങ്കിലും മനസ്സ് മുഴുവൻ ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്താണ്. അതിന് കാരണമുണ്ട്. നമ്മൾ നേരത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലോ, അവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ റാലി നടക്കാൻ പോകുന്നുണ്ട്. അവിടെയാണ് തൻ്റെ മനസ്സ് മുഴുവൻ അദ്ദേഹം പറയുന്നു. 24ന്റെ സമഗ്ര കവറേജ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 24 അവിടെ നിന്ന് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കും. അദ്ദേഹം പ്രവാസ ലോകത്തിരുന്നു കൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം അറിയിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന കോൺഗ്രസ് വിമർശനം നിലനിൽക്കുമ്പോഴാണ് ഹിമാചൽ സർക്കാരിന്റെ അവധി പ്രഖ്യാപനം. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, ഇത് രാഷ്ട്രീയമായും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അച്യുതൻ, ഈ അവധി പ്രഖ്യാപനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ വിമർശിക്കുന്നത് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് എത്തുന്നതും. എന്നാൽ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ദിനത്തോടനുബന്ധിച്ച ഹിമാചൽ സർക്കാർ നാളെ ഈ സമ്പൂർണ്ണ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ആദ്യ പ്രഖ്യാപനം അത് ഹിമാചൽ സർക്കാർ നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉന്നയിക്കുന്ന ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരമൊരു തരത്തിലേക്ക് ഹിമാചൽ സർക്കാരിന്റെ തീരുമാനം എത്തുന്നത്. നേരത്തെ BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശരി അച്യുതൻ, ഏതായാലും ഹിമാചൽ പ്രദേശ് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നു. ഇടപെടുന്നത് ശബ്ദം അത്ര വ്യക്തമല്ല അച്യുതൻ, ഒരു ചെറിയ വ്യക്തത കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. അയോധ്യയിൽ ആരാധനാമൂർത്തിയുടെ പ്രതിഷ്ഠ നാളെയാണ് നടക്കാനിരിക്കുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തതുപോലെ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന്റെ ഉടമയും ആരാധനാമൂർത്തിയായ രാംലല്ല തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ അയോധ്യയിലേക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഇനി പ്രജിൻ സി കണ്ണൻ ചേരും. ഇതിഹാസത്തിൽ ശ്രീരാമന്റെ മാതാവ് കൗസല്യയുടെ പേരിൽ നിന്ന് വന്ന രാജ്യമാണ് കോസലം. രാമന്റെ മക്കളായ ലവന്റെയും കുശന്റെയും കാലത്ത് തന്നെ വിഭജിക്കപ്പെട്ട് ശ്രാവസ്തിയും കുശാവതിയുമായ അതേ കോസലം. ആ കോസലത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ.
ബാബറിന്റെ ജനറൽമാരിൽ ഒരാളായ മിർബാഖി 1528 സ്ഥാപിച്ച ബാബറി മസ്ജിദ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പിന്നാലെ ആരംഭിച്ചതാണ് തർക്കമന്ദിരം എന്ന വിശേഷണം. 1859 മസ്ജിദിൽ കമ്പിവേലി സ്ഥാപിച്ച് ബ്രിട്ടീഷുകാർ വേർതിരിച്ചപ്പോൾ തുടങ്ങിയതാണ് വിശ്വാസങ്ങളുടെ ഏറ്റുമുട്ടൽ. 139 വർഷം മുൻപ് 1885 ആരംഭിച്ചതാണ് കോടതികളിലെ നിയമയുദ്ധം. 1949 ഫൈസാബാദ് എന്ന ഇന്നത്തെ അയോധ്യയിൽ മലയാളിയായ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മാജിസ്ട്രേറ്റുമായ കണ്ടംകുളത്തിൽ കരുണാകരൻ നായർ ICS എന്ന കുട്ടനാട്ടുകാരൻ KK നായരുടെ കാലത്ത് ആരംഭിച്ചതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അവകാശ തർക്കം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് 1989 ശിലാന്യാസത്തിന് VHPക്ക് അനുമതി നൽകിയത്. തർക്കമന്ദിരത്തിന് പുറത്തായിരുന്നു അനുമതി എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞെങ്കിലും 7 അടി വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴി സന്യാസിമാർ നിർമ്മിച്ചത് തർക്ക പ്രദേശത്ത് തന്നെ. 1990 സെപ്റ്റംബറിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് LK അദ്വാനി നടത്തിയ രഥയാത്ര. 31 വർഷം മുൻപ് 1992 ഡിസംബറിൽ 6 നടത്തിയ കർസേവ. പിന്നാലെ രാജ്യം തന്നെ ഇരുവശത്തായ കലാപങ്ങൾ, 2000-ലേറെ മരണം. 2010 ഭൂമി 3ആയി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധി. രാംലല്ലയ്ക്കും സുന്നി വഖഫ് ബോർഡിനും നിർമോഹി അഖാരയ്ക്കും തുല്യാവകാശം. തർക്കഭൂമി പൂർണ്ണമായും രാംലല്ലയ്ക്ക് വിട്ടുകൊടുത്ത് 2019 സുപ്രീം കോടതി നടത്തിയ തിരുത്ത്. പുതിയ മോസ്ക് പണിയാൻ 5 ഏക്കർ സ്ഥലം വേറെ കണ്ടെത്തി നൽകണമെന്നും വിധി. അതിന് സ്ഥലം കൈമാറിയത് 25 കിലോമീറ്റർ അകലെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2020 ശിലാന്യാസം നടത്തിയ ക്ഷേത്രം 3 വർഷത്തിനു ശേഷം 2024 വിശ്വാസികൾക്കായി തുറക്കുകയാണ്. ചരിത്രം അങ്ങനെ പിന്നിൽ സരയൂ പോലെ ഒഴുകുമ്പോൾ നമ്മൾ വർത്തമാനത്തിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം സ്വരൂപിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഒന്നിനു മുന്നിൽ 5550 കോടി രൂപയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാം മന്ദിർ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ 3 മാസം മുൻപോലുള്ള കണക്കിൽ എത്തിയത്. വിശ്വാസികൾ നൽകിയ ആ പണം കൊണ്ടാണ് രാജ്യത്തെ 3ാമത്തെ വലിയ ഈ ക്ഷേത്രം പൂർത്തിയാക്കിയത്. ഗുജറാത്തിലെ അക്ഷർധാം രൂപകൽപ്പന ചെയ്ത ചന്ദ്രകാന്ത് സോംപുരെ എന്ന ഭായ് സോംപുരെയാണ് ശില്പി. ഭായ് സോംപുരയുടെ മുത്തച്ഛൻ പ്രഭാകർ സോംപുരെയാണ് സോമനാഥ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. ക്ഷേത്ര മാതൃക ഇങ്ങനെ. നഗര വാസ്തുശില്പ മാതൃക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ വാസ്തുവിദ്യയിൽ നിന്നും തീർത്തും വ്യത്യസ്തം. 235 അടി വീതി, 360 അടി നീളം, 161 അടി ഉയരം. ഒരു 16 നില ഉയരത്തിന് തുല്യമായ ഈ മന്ദിരത്തിന് 3 നിലകൾ മാത്രമാണ്. ജഗതി എന്നാണ് ഇങ്ങനെ ഉയർത്തി നിർമ്മിക്കുന്ന പ്രതലത്തിന് പറയുക. ഗർഭഗൃഹത്തിന് മുകളിലാണ് ശിഖര എന്ന ഏറ്റവും ഉയരമുള്ള കെട്ടിടം. ശിഖരയ്ക്ക് മുകളിലുള്ള താഴികക്കുടത്തിന് കലശം എന്നാണ് പേര്. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ രീതിയിൽ നിന്നുള്ള വ്യത്യാസം ഇതിൽ മാത്രമല്ല. തൊട്ടുപിന്നിൽ ശിഖരയിൽ തന്നെയാണ് കൊടിമരം. ദക്ഷിണേന്ത്യയിൽ നാലമ്പലത്തിന് പുറത്താണ് കൊടിമരമെങ്കിൽ നഗരശൈലിയിൽ ഗർഭഗൃഹത്തിന് മുകളിലുള്ള ശിഖരയുടെ ഉച്ചിയിൽ തന്നെയാണ് പതാക പാറുന്നത്. ഇവിടെ ഏറ്റവും ഉയരത്തിൽ താഴികക്കുടമാണെങ്കിൽ അവിടെ പതാക അതിലും ഉയരെ പാറും. ശിഖരത്തിന് മുമ്പിൽ 5 മണ്ഡപങ്ങൾ. ഇത് ഓരോന്നിന്റെയും പേരുകൾ ഇങ്ങനെ: കുടുമണ്ഡപം, നൃത്യമണ്ഡപം, രംഗമണ്ഡപം, കീർത്തന മണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം എന്നിങ്ങനെ. പ്രാർത്ഥനാ മണ്ഡപം എന്ന് പറയുന്നത് ഇവിടെ നമസ്കാരത്തിന് മണ്ഡപത്തിന് സമാനമാണ്. ക്ഷേത്ര നിർമ്മിതിയിൽ ദക്ഷിണേന്ത്യൻ രീതിയിൽ മണ്ഡപം ഒരെണ്ണമാണ്. ശേഷിക്കുന്നവയെല്ലാം ചുറ്റമ്പലവും അതിലുള്ള നിർമ്മിതികളുമാണ്. 360 തൂണുകളിലാണ് അയോധ്യയിലെ ക്ഷേത്രം. ഭിത്തികളില്ല എന്ന് തന്നെ പറയാവുന്ന ഈ നിർമ്മിതിയിലെ ഭാരം മുഴുവൻ താങ്ങുന്നത് ഈ തൂണുകളാണ്. ആരാധനാ കേന്ദ്രം എന്നതിനൊപ്പം വലിയൊരു നിർമ്മിതി കൂടിയായതിനാൽ വലിയ സാങ്കേതിക പിന്തുണയുണ്ടായിരുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോയാണ് നിർമ്മാണം. പ്രോജക്ട് മാനേജ്മെന്റ് ടാറ്റ കൺസൾട്ടൻസി ലിമിറ്റഡ് ആണ്. ഡിസൈൻ ഉപദേശം ചെന്നൈ, ബോംബെ, ഗുവാഹത്തി IIT-കളിൽ നിന്നാണ്. മൈസൂരുവിൽ നിന്നുള്ള ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്തതാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായ ബാലനായ രാമൻ അഥവാ രാംലല്ലയുടെ വിഗ്രഹം. വിഗ്രഹങ്ങൾ നിർമ്മിക്കാനായി നേപ്പാളിലെ കാളിഗണ്ഡകി നദീതീരത്ത് നിന്നാണ്
30 ടണ്ണും 15 ടണ്ണും വീതം ഭാരമുള്ള 2 ഉരുളൻ പാറകൾ എത്തിച്ചത്. ശാലിഗ്രാം ശിലകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. 70 ഏക്കർ സ്ഥലത്തിന് നടുവിലെ 2.77 ഏക്കർ സ്ഥലത്താണ് വിശാലമായി ഈ ക്ഷേത്രം പൂർത്തിയായത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. വയനാട് വൈത്തിരിയിൽ ജനമധ്യത്തിൽ വെച്ച് കീഴുദ്യോഗസ്ഥന് SHOയുടെ മർദ്ദനവും അസഭ്യവർഷവും. വൈത്തിരി SHO ബോബി വർഗീസാണ് കീഴുദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയത്. ഇൻസ്പെക്ടർക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് SP-ക്ക് റിപ്പോർട്ട് കൈമാറി. പ്രതിഷേധവുമായി പോലീസ് അസോസിയേഷനും രംഗത്തെത്തി. വെള്ളിയാഴ്ച രാത്രി പെൺകുട്ടിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും വൈത്തിരി കനറ ബാങ്ക് പരിസരത്ത് എത്തുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരാളെ പിടികൂടിയെങ്കിലും ഇയാളല്ല ആക്രമിച്ചതെന്ന് വ്യക്തമായി. ഇതിനു പിന്നാലെ ഇയാളും ഇൻസ്പെക്ടറും തമ്മിൽ വാക്കേറ്റം. ഇത് നടക്കുമ്പോൾ പുറത്തിറങ്ങാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇതാണ് പ്രകോപനത്തിന് കാരണം. അസഭ്യം വിളിച്ച ശേഷം ഒരു കീഴുദ്യോഗസ്ഥനെ തല്ലുകയായിരുന്നു. മർദ്ദനമേറ്റ പോലീസുകാരൻ യൂണിഫോമിൽ അല്ലായിരുന്നു. വൈകാരികതയിൽ സംഭവിച്ചതെന്നാണ് SHO കൂടിയായ ബോബി വർഗീസിന്റെ വിശദീകരണം. പരാതിയിൽ നിന്ന് മർദ്ദനമേറ്റ സിവിൽ പോലീസ് ഓഫീസറും നിലപാടെടുത്തു. എന്നാൽ ദൃശ്യം പ്രചരിച്ചതോടെ പൊതുജനമധ്യത്തിലെ സംഭവം സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയെന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് SP-ക്ക് കൈമാറിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പോലീസ് അസോസിയേഷനും രംഗത്തു വന്നു. പോലീസിലുള്ളത് അടിമ ബന്ധമല്ലെന്ന് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വൈത്തിരി SHOയുടെ നടപടി ഉദ്യോഗസ്ഥരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കളങ്കപ്പെടുത്തുന്നതെന്നാണ് വാർത്താക്കുറിപ്പിലെ കുറ്റപ്പെടുത്തൽ. 24 വയനാട്. അപ്പോൾ അക്കാര്യത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. നമ്മളിനി ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം വിദഗ്ധ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിൽ നടക്കും. ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ ഉത്തരവ്. ആലപ്പുഴ പഴയവീട് സ്വദേശി ആശാ ശരത്ത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവാണ് മരണത്തിന് കാരണം എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രസവം നിർത്താനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്കിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിലും പിന്നീട് മരണം സംഭവിച്ചതിലും വിദഗ്ധ സർജന്മാർ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ആശയുടെ സഹോദരൻ അരുണും മറ്റു ബന്ധുക്കളും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി പരാതി നൽകി. രാവിലെ തുടങ്ങേണ്ടിയിരുന്ന പോസ്റ്റ്മോർട്ടം ഇതുമൂലം വൈകി. തീർച്ചയായും 100% ചികിത്സാ പിഴവ് തന്നെ. അത് ഞങ്ങൾക്ക് അറിയാം. 3 ദിവസമായിട്ട് ഈ WNC ഹോസ്പിറ്റലിലോട്ട് നടന്ന് സകല ടെസ്റ്റുകളും ചെയ്തതാണ്. എല്ലാ ടെസ്റ്റും ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച് ഒരു ഫോറൻസിക് സർജൻ, 2 പോലീസ് സർജൻ അടക്കം വിദഗ്ധ സംഘത്തെ പോസ്റ്റ്മോർട്ടത്തിന് നിയോഗിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ആശയുടെ മരണത്തിന് കാരണം വനിതാ ശിശു ആശുപത്രിയിലെ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇവരിതൊരു കാർഡിയാക് അറസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു രീതിയാണിത്. നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവിടെ 10 മിനിറ്റിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെല്ലാം. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഈ സംഭവം നമ്മൾ എന്താണെങ്കിലും നിയമത്തിൻ്റെ ഏറ്റവും മേളിൽ വരെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ അസ്വസ്ഥതയുണ്ടാവുകയും അമിത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായിട്ടും 1 മണിക്കൂറോളം കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പരാതി. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ആശയുടെ ഭർത്താവ് ശരത്ത് നാളെ നാട്ടിലെത്തും. 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. 24 ആലപ്പുഴ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ ഒരു വിമാനം തകർന്നു വീണ കാര്യം സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അഫ്ഗാൻ മലനിരകളിൽ തകർന്നത് എയർ ആംബുലൻസ് എന്നാണ് അവർ പറയുന്നത്. ദസോ ഫാൽക്കൺ 10 ചാർട്ടേഡ് വിമാനത്തിൽ 10 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിയുന്നു. ഇത് മോസ്കോയിൽ നിന്നും ഗയയിലേക്ക് പോവുകയായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ വഴി സർവീസ് എന്നാണ് റിപ്പോർട്ടുകൾ. വിമാനം തകർന്ന മേഖലയിൽ പരിശോധന നടത്താൻ പ്രത്യേക സംഘത്തെ അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റഷ്യൻ വാർത്താ ഏജൻസിയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.
നമ്മളിനി അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. മന്ത്രിസഭയിൽ പാർട്ടി മന്ത്രിമാർ തർക്കിച്ചതിൽ CPI നേതൃത്വത്തിന് അതൃപ്തി. വെറ്റിനറി സർവകലാശാല ഭൂമി കൈമാറ്റത്തിലാണ് അതൃപ്തി. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ല എന്നാണ് എക്സിക്യൂട്ടീവിലെ വിമർശനം. തർക്കത്തിൽ പാർട്ടി മന്ത്രിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകി. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇതെന്താണ് ഈ തർക്കം? ഈ വെറ്റിനറി സർവകലാശാല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗം അടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CPIക്കുള്ളിൽ ചില അതൃപ്തികൾ ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചേർന്ന CPI എക്സിക്യൂട്ടീവിലാണ് ഈ മന്ത്രിസഭയിൽ പാർട്ടി മന്ത്രിമാർ തർക്കിച്ചതിലടക്കം CPI നേതൃത്വത്തിന് അതൃപ്തി ഉള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ നിലപാട്. മന്ത്രിസഭയിലെ തർക്കത്തെപ്പറ്റി മന്ത്രിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകി. തർക്കമുണ്ടായില്ലെന്നും ആലോചിക്കാതെ വിഷയം വന്നതിൽ അഭിപ്രായം പറയുകയാണ് ഉണ്ടായതെന്നും CPI മന്ത്രിമാർ നിലപാടെടുത്തു. ഭൂമി കൈമാറ്റം ആലോചിച്ചില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പാർട്ടി എക്സിക്യൂട്ടീവിനെ അറിയിച്ചു. എന്നാൽ ചില കാര്യങ്ങളിൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ശ്രദ്ധ കൂടുതൽ വേണം എന്നുള്ള ഒരു നിലപാടല്ല അഭിപ്രായം. അത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷം വീണ്ടും മന്ത്രിസഭയിൽ ഈ വിഷയം കൊണ്ടുവരാനും പാർട്ടി അനുമതി നൽകിയിട്ടുണ്ട്. ഉമേഷ്, ശരി ഷഫീദ്, ഏതായാലും അങ്ങനെ ഒരു തർക്കം CPI മന്ത്രിമാർക്കിടയിൽ, അക്കാര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ്റെ മോൻ്റെ പിറന്നാളാണ് നാളെ. ജെയ്വിൻ ഒന്ന് വിഷ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് എൻ്റെ പേരിലും 24 എല്ലാവരുടെയും പേരിലും ജൈവിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അഫ്ഗാനിസ്ഥാൻ മലനിരകളിൽ തകർന്നു വീണത് എയർ ആംബുലൻസ് എന്ന് റഷ്യ. ദസോ ഫൽക്കൺ 10 എന്ന ചാർട്ടേഡ് വിമാനത്തിൽ 10 യാത്രക്കാർ എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, റഷ്യ എന്താണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, റഷ്യയിലെ ഈ വ്യോമഗതാഗത ഏജൻസിയായ റോസ് ഏവിയേഷൻ ഇക്കാര്യത്തിൽ നൽകുന്ന സ്ഥിരീകരണം എന്നുള്ളത് തകർന്നു വീണത് മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനം തന്നെയാണ്. ഈ ദസോ കമ്പനിയുടെ ഫാൽക്കൺ 10 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ്. അതൊരു കോർപ്പറേറ്റ് ജെറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു എയർ ആംബുലൻസ് ആയി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് റഷ്യൻ മാധ്യമമായ റഷ്യയുടെ ഔദ്യോഗിക മാധ്യമമായ റഷ്യൻ TV റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിമാനം ഇന്ത്യയിൽ നിന്ന് തന്നെ സർവീസ് നടത്തുകയായിരുന്നു എന്നാണ് റഷ്യ TVയുടെ സ്ഥിരീകരണം എന്നുള്ളത്. ഇന്ത്യയിലെ ഗയയിൽ നിന്നും റഷ്യയിലെ മോസ്കോയിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു ഈ ചെറുവിമാനമെന്നും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ട് വഴിയായിരുന്നു ഈ സർവീസ് നടത്തിയിരുന്നത് എന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. വിമാനത്തിൽ 6 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്ത്യൻ വിമാന കമ്പനിയല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയ വിമാനമല്ല അപകടത്തിൽപ്പെട്ടത് എന്ന് വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ DGCAയും വ്യോമയാന മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ അധികൃതർ ഈ അപകടം നടന്ന പ്രദേശത്ത് മലനിരകളിൽ തെരച്ചിൽ നടത്താനായി സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും റഷ്യൻ മാധ്യമം പുറത്തുവിടുന്നുണ്ട്. ഇത് മോസ്കോയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന വിമാനമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ ഗയയിൽ നിന്നാണ് ഈ വിമാനം യാത്ര പുറപ്പെട്ടത് എന്നുമാണ് റഷ്യ TV നൽകുന്ന റിപ്പോർട്ട്. ശരി ബൽറാം, അപ്പോൾ 6 യാത്രക്കാർ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് റഷ്യൻ വാർത്താ ഏജൻസി നൽകുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്. അല്പം താമസിച്ച് വന്നുവെന്നാണ് സോണി വർഗീസ് പറയുന്നത്. താമസിച്ചാണ് വന്നതെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ നൽകുന്നുണ്ട്. തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ സോണി. ഷാനു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷാനു. പ്രേക്ഷകർ തമ്മിൽ ചില വിഷയങ്ങളിലൊക്കെയുള്ള ചില ആശയവിനിമയങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കമൻസിൻ്റെ ഭാഗമായി താഴെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. KPCC നേതൃത്വത്തിന് എതിരെ വിമർശനവുമായി ഒരു വിഭാഗം KSU നേതാക്കൾ. യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പരിഗണന KSUവിന് കിട്ടുന്നില്ല എന്നാണ് പരാതി. സമരത്തിന്റെ പേരിൽ കേസിൽപ്പെടുന്നവർക്ക് സഹായം നൽകുന്നില്ല എന്നും AICC വിളിച്ച പോഷക സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ KSU വിമർശനമുന്നയിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പോഷക സംഘടനകളുടെ യോഗം വിളിച്ചത്. സമരങ്ങളുടെ പേരിൽ കേസിൽപ്പെട്ടാൽ ജാമ്യത്തുക കെട്ടിവെക്കാൻ പോലും വൈകുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. KPCCയുടെ മനോഭാവം പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പരിഗണന തങ്ങൾക്കും വേണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. പരാതി പരിശോധിക്കുമെന്ന് ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഇതോടെ വിഷയം ഗൗരവപരമായി പരിശോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് KPCCയും എത്തി. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ K. സുധാകരൻ തിരിച്ചെത്തിയ ശേഷം കേസ് ഉന്നയിച്ച പരാതി സംബന്ധിച്ച് നേതൃത്വം വിശദമായ ചർച്ച നടത്തും. 24 തിരുവനന്തപുരം. നമ്മൾ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുന്നു. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, ഇന്നലെയാണ് കണ്ണൂരിൽ ട്രെയിൻ പാളം തെറ്റൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടപടി വന്നിരിക്കുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ. അപകട കാരണം സിഗ്നൽ പിഴവ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേ ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. 3 ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ 2 ബോഗികൾ ഷണ്ടിങ്ങിനിടെ പാളം തെറ്റിയത്. അപകട സമയത്ത് ട്രെയിനിൽ ഗാർഡും ലോക്കോ പൈലറ്റുമാണ് ഉണ്ടായിരുന്നത്. സിഗ്നൽ പിഴവാണ് അപകട കാരണമെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ R. ശരത്, പോയിന്റ്സ്മാൻമാരായ K. സുനിത, K. M. ഷംന, സുധീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വീഴ്ചയാണോ സാങ്കേതിക തകരാറാണോ അപകട കാരണമെന്നത് വിശദമായി അന്വേഷിക്കും. കണ്ണൂരിന്റെ ചുമതലയുള്ള റെയിൽവേ ഏരിയ ഓഫീസർ, മംഗളൂരു സെൻട്രലിൽ നിന്നുള്ള അപകട നിവാരണ സംഘം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 24 കണ്ണൂർ. അപ്പോൾ അക്കാര്യത്തിൽ ഒരു നടപടി വന്നിരിക്കുകയാണ്. കൂടുതൽ പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അൽത്താഫ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, ബിജു ജോസഫ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, സന്ദീപ്, അഭിഷേക്, അങ്ങനെ എല്ലാവരും നമ്മോടൊപ്പം സജീവമായി തന്നെ തുടരുന്നുണ്ട്. അമീന ഒരു കാര്യം ചോദിക്കുന്നത്, പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിന് 6 ദിവസം കൂടി മാത്രം നമുക്ക് എല്ലാവർക്കും പൊളിക്കണ്ടേ എന്നുള്ളതാണ്. എല്ലാവരും എത്തും, കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കും ഉള്ളത്. അങ്ങനെ പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വാർത്തകൾ മറക്കുന്നില്ല. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. തൃശൂർ ദേശമംഗലത്ത് നെൽ കർഷകരെ വലച്ച അപൂർവ രോഗം. ഞാറുകൾ വളർച്ച മുരടിച്ച് കരിഞ്ഞ് നശിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ഏകദേശം 40 ഏക്കറോളം സ്ഥലത്തെ ഞാറുകളാണ് ഇത്തരത്തിൽ നശിച്ചു പോയത്. ദേശമംഗലം പഞ്ചായത്തിലെ പല്ലൂർ നോർത്ത് പാടശേഖരം മുണ്ടകം കൃഷിയുടെ 2ാം കൃഷിയാണ് അപൂർവ രോഗം മൂലം നശിക്കുന്നത്. ഞാറുകൾ നട്ട അതേ നിലയിൽ തന്നെ നിൽക്കുകയും പിന്നീട് കരിഞ്ഞു പോവുകയും ചെയ്യുന്ന തരത്തിലാണ് രോഗാവസ്ഥ. കർഷകരായ ഹസന്റെ 14 ഏക്കറിലെയും ഉമ്മറിന്റെ 12 ഏക്കറിലെയും ഞാറുകൾ രോഗം ബാധിച്ച് നശിച്ചു. ഇത് 10-14 ഏക്കർ ഞാൻ മാത്രം കൃഷി ചെയ്തിട്ടുണ്ട്, പാട്ടത്തിനെടുത്തിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കൃഷി വകുപ്പിൽ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് പറഞ്ഞ വലിയ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഷ്റഫ്, നാസർ, ഉണ്ണികൃഷ്ണൻ എന്നീ കർഷകരുടെ കൃഷിയിടത്തിലും രോഗബാധ ഏറ്റിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിലേക്കും രോഗം വ്യാപിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. 24 തൃശൂർ. അപ്പോൾ ആശങ്കയൊക്കെ എത്രയും വേഗം അകലട്ടെ കർഷകരുടെ എന്ന് കരുതാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രേക്ഷകർ തമ്മിൽ എന്തോ വിഷയങ്ങളിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ. അതിൽ ദേവിക പറയുന്നുണ്ട്, പരസ്പരം കണ്ടിട്ടില്ല തങ്ങളെങ്കിലും എല്ലാവരും കൂട്ടുകാരാണ്, പരസ്പരം ദേഷ്യമില്ല, അസൂയയില്ല, വഴക്കില്ല, സ്നേഹം മാത്രം. അത് അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ തുടരട്ടെ. അങ്ങനെ പ്രേക്ഷകർ സജീവമായി തന്നെ 24-നൊപ്പം ആ നിലയ്ക്ക് തുടരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ. പ്രേക്ഷക സമ്മേളനത്തെക്കുറിച്ച് ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഇനി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലൂടെ ലോക ടെലിവിഷനിൽ പുതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്ന 24 ആശംസകളുമായി പ്രമുഖർ. ഈ മാസം 28-ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. ഈ മാസം 27 വരെ രജിസ്ട്രേഷന് അവസരമുണ്ട്. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് 24. ജനുവരി 28-ന് 2 മണിക്ക് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24-ലെ പ്രിയ അവതാരകർ പ്രേക്ഷകർക്കൊപ്പം ചേരും. കലാകാരന്മാരും അണിനിരക്കും. ജാതിക്കോ രാഷ്ട്രീയത്തിനോ ഒക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ചാനലാണ് 24. ഇപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ ശ്രീകണ്ഠൻ നായർ സാറുടെ മോർണിംഗ് ഷോയും അതേപോലെ വിദേശ വാർത്തകളും എല്ലാം കാണുന്നവരാണ്. അത് കണ്ടിട്ട് മാത്രമേ ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ, അതേപോലെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ അംഗീകരിച്ചതാണ്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ
അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകർ നയിക്കുന്ന സംഗീത വിരുന്നും പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. 624568630 എന്ന നമ്പർ വഴിയോ 24connect@24news.com എന്ന ഇമെയിൽ വഴിയോ രജിസ്ട്രേഷൻ നടത്താം. പങ്കെടുക്കാനായി ബന്ധപ്പെടുന്നവർക്ക് ക്ഷണക്കത്ത് ലഭിക്കും. പരിപാടി ആദ്യാവസാനം 24-ൽ സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഇതിനോടകം പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. 24 കോഴിക്കോട്. സംസ്ഥാന സമ്മേളനം 28-ാം തീയതി നടക്കുകയാണ്. എല്ലാ പ്രേക്ഷകരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും രജിസ്ട്രേഷനുള്ള അവസരമുണ്ട്. 27-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം. അതുവഴി ആ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്യാം. ഇനി തോംസൺ മാത്യു അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ ഡയാലിസിസ് പേഷ്യൻസിന് വീക്കിലി ഒരു തവണ ഡയാലിസിസ് ഗവൺമെന്റ് വഴി ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ആ സൗകര്യം ലഭ്യമാകുന്നില്ല. അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് തോംസൺ മാത്യു പറയുന്നത്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എത്രയും വേഗം. രാകേഷ് മേനോൻ പറയുന്നത് KB ഗണേഷ് കുമാറിനെ കാണുമ്പോൾ നിലമ്പൂർ വഴി മൈസൂർ ഭാഗത്തേക്ക് കൂടുതൽ ബസ് ഓടിക്കാൻ പറയണം. 100 കിലോമീറ്ററാണ് ലാഭം. എപ്പോഴും തിരക്കാണ്, സീറ്റില്ല. ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഏതൊക്കെ റൂട്ടുകളിൽ അങ്ങനെ വിജയകരമായി സർവീസ് നടത്താൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വാർത്താ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവിടെയും വാഹനങ്ങൾ വരും, KSRTC ബസ് വരുമെന്ന് കരുതാം. നമ്മളും അക്കാര്യത്തിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ നടപടി സ്വീകരിക്കാം. അങ്ങനെ പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിതീഷ് ദാമോദരൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ നിതീഷ്. ആശ പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് സിംഗപ്പൂരിലാണ്. എൻ്റെ പുതിയ വീടിൻ്റെ തറക്കല്ല് നാളെ രാവിലെയാണ് ഇടുന്നത്. എൻ്റെ വീട്ടിലുള്ളവർക്കും ഒരു ഹായ് പറയണം എന്നുള്ളതാണ്. ആ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് എല്ലാ ആശംസകളും, ഒപ്പം വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇപ്പോൾ സുഹറ മുഹമ്മദിന്റെ കാര്യം പറയുന്നു. 24 ചാനൽ തുടങ്ങിയതിനു ശേഷം രാവിലെ SKയുടെ വാർത്ത തുടങ്ങി രാത്രി വരെ എല്ലാം 24-നൊപ്പമാണ് എന്ന് പറയുന്നു. അങ്ങനെ ആയിരക്കണക്കിന് നിരവധി പ്രേക്ഷകരുണ്ട് നമ്മോടൊപ്പം. ആ പ്രേക്ഷകരാണ് 24-ന്റെ എപ്പോഴത്തെയും കരുത്ത്. ഇർഷാദ് പുൽവട്ട പറയുന്നുണ്ട് പ്രേക്ഷകരെ ചേർത്ത് പിടിക്കുന്ന ഒരു ചാനലിന് മാത്രം ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിയൂ. പ്രേക്ഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ 24 മുന്നോട്ട് പോകും. ഹമീദ ജബിൻ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഹമീദ. അനുലാൽ എല്ലാ ആശംസയും 24-ന് നേരുന്നുണ്ട്, നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മളൊപ്പം തുടരുക. മുഹമ്മദ് റോഷൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മുഹമ്മദ് റോഷൻ. അങ്ങനെ പ്രേക്ഷക സമ്മേളനം എവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് റഫീഖ് നെല്ലിക്കുത്തി ചോദിക്കുന്നത്. പ്രേക്ഷക സമ്മേളനം നടക്കുന്നത് കൊച്ചിയിലാണ്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 28-ാം തീയതി പ്രേക്ഷക സമ്മേളനം നടക്കുന്നത്. രമാദേവി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുമല്ലോ. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ഇടുക്കി കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച വയോധിക അന്നക്കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും. അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക. അവശ നിലയിലായിരുന്ന അന്നക്കുട്ടിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തുടരുമ്പോഴായിരുന്നു മരണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുമളിയിലേക്ക് കൊണ്ടുപോയി. മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളും പോലീസും പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് തന്നെയാണ് നടത്തുന്നത്. രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടന്നു. അപ്പോഴും പഞ്ചായത്ത് അധികൃതരും പോലീസും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉച്ചയോടെ മൃതദേഹം കുമളിയിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഞങ്ങളത് നേരെ അട്ടപ്പള്ളം സെന്റ് തോമസ് ഫൊറോന ചർച്ചിലേക്ക് കൊണ്ടുപോകും. പള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മക്കള് വിളിച്ചിരുന്നെന്നാ പറഞ്ഞത്. സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ മക്കൾ വിളിച്ച് അന്വേഷിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൃദ്ധയെ കുമളി പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുമളി അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിൽ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അന്നക്കുട്ടി. ഭർത്താവ് മരിച്ച അന്നക്കുട്ടിക്ക് ഒരു മകനും മകളുമാണ് ഉള്ളത്. ഇരുവരും വിവാഹം കഴിച്ചു കുമളിയിൽ തന്നെയാണ് താമസം. സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൈക്കലാക്കിയ ശേഷം തന്നെ മക്കൾ ഉപേക്ഷിച്ചതായി അന്നക്കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. 24 കോട്ടയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക്. അർസില യേശുദാസിന് കാര്യം പറയുന്നുണ്ട്. വി യേശുദാസിനാണ് അർസില. വി ഫീൽ 24 ചാനൽ ടീം ഈസ് അവർ ഫാമിലി മെമ്പേഴ്സ്. വി എൻജോയ് ഫ്രം എവരി മോർണിംഗ് ടിൽ വി ഗോ ടു ബെഡ് എന്നാണ് പറയുന്നത്. 24-ന് ഒപ്പം സജീവമായി തുടരുന്നതിൽ ഞങ്ങൾ ഏതായാലും നന്ദി അറിയിക്കുകയാണ്. അർസിലയ്ക്കും യേശുദാസിനും. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമ്മൾ വിലമതിക്കുന്നു. നമ്മൾക്കൊപ്പം തന്നെ തുടരുക. മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒരു വർഷത്തെ പ്രകടന പത്രിക വേണം എന്നാണ് രാജേന്ദ്രൻ വയല അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അൻഷാദ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. പ്രേക്ഷകർ അങ്ങനെ നമ്മോടൊപ്പം സജീവമായി തന്നെ തുടരുന്നു. അതിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഭീമമായ സെസ് ചുമത്തിയതിനെതിരെ പരാതി നൽകിയ കണ്ണൂരിലെ കർഷകന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കേളകം സ്വദേശി തോമസ് പുതനപ്രയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്.
ചുറ്റുമതിലിൽ സ്ഥാപിച്ച വൈദ്യുതി വിളക്കുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. അരനൂറ്റാണ്ട് പഴക്കമുള്ള സ്വന്തം വീടിന് 20,000 രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തിയതോടെയാണ് കേളകം സ്വദേശി തോമസ് കുരുക്കിലായത്. 41,264 രൂപ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി സെസ് അടയ്ക്കാൻ തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ്. വീടിന്റെ ചോർച്ച പരിഹരിക്കാൻ ഷീറ്റിട്ടതിന് ഭീമമായ സെസ് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ തോമസ് പരാതിയും നൽകി. സംഭവം വിവാദമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി തോമസിന്റെ വീടിന് നേരെ ആക്രമണം. ചുറ്റുമതിലിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വിളക്കുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. പുറത്തെ CFL ബൾബുകൾ മോഷ്ടിച്ചു. അക്രമത്തിന് പിന്നിൽ ആരെന്ന് തോമസിന് നിശ്ചയമില്ല. സർക്കാരിനെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ വിമർശിച്ചിട്ടില്ല. അനീതിക്കെതിരെയാണ് പരാതി നൽകിയതെന്നും തോമസ്. 7:30 ആയപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ ഒരു 10:10 ആയപ്പോഴത്തേനും നിർത്തിയിട്ട് ഞങ്ങൾ കിടന്നതാണ്. നേരം വെളുത്തിൽ പേപ്പർ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു 6 ബൾബ് അടിച്ച് എല്ലാം പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ആരാന്നും അറിയത്തില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് തോമസ് കേളകം പോലീസിൽ പരാതി നൽകി. എന്നാൽ കാര്യക്ഷമമായ ഇടപെടലിന് പോലീസ് തയ്യാറായിട്ടില്ല. 78 വയസ്സുള്ള തോമസ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ ചികിത്സയിലാണ്. സുരക്ഷാ ഭീഷണി നേരിടുന്നതായി തോമസും ഭാര്യയും പറയുന്നു. 24 കണ്ണൂർ. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. പാലക്കാട് കൊടുവായൂരിൽ ഭർതൃഗൃഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്ത്. മുടപ്പല്ലൂർ സ്വദേശിനി സജിനയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് സജിനയുടെ മരണം എന്നാണ് കുടുംബം പറയുന്നത്. 11 വർഷം മുമ്പാണ് കൊടുവായൂർ സ്വദേശിയെ സജിന വിവാഹം കഴിക്കുന്നത്. ഇക്കാലയളവിൽ പലതവണ സജിനയ്ക്ക് ഭർതൃഗൃഹത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടിരുന്നതായാണ് കുടുംബം പറയുന്നത്. നേരത്തെ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ സജിന ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ പീഡനം സഹിക്കവയ്യാതെ ജനുവരി 2-ന് സജിന സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർതൃവീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയ സജിന പിന്നീട് മരിച്ചുവെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത്. എന്റെ മോൾ ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ പീഡനം, തല്ലല്, തള്ളിയിടല് അതൊക്കെ ഉണ്ട്. ഈ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് മൂത്തച്ഛൻ ഒരുപാട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ച് ഇറങ്ങി പോകാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ സമ്പാദിച്ചു തന്ന മുതൽ എനിക്ക് തന്നോളണം. സജിനയുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സജിന ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ബന്ധുക്കൾ. അമ്മായിയമ്മയും നാത്തൂനും അവന്റെ ഏട്ടനും ആയിക്കോട്ടെ പോയി ചത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ പറയുന്നത്. അവൾക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാലും അവൾ എന്ത് വന്നാലും ഞാൻ മരിക്കില്ല, തൂങ്ങിച്ചാവില്ല. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് സജിനയുടെ ആത്മഹത്യയെന്നാണ് കുടുംബം പറയുന്നത്. ആത്മഹത്യയിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂർ ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 പാലക്കാട്. നമ്മളൊന്ന് അയോധ്യയിലേക്ക് പോവുകയാണ്. അതിന് മുൻപ് ചില പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടി. 24-നൊപ്പം അന്നും ഇന്നും എന്നും ഉണ്ടാകുമെന്നാണ് അമിന പറയുന്നത്. ഷഫീഖ് ഷാ ഹായ് ഉന്മേഷ് പറയുന്നുണ്ട്. ഹായ് ഷഫീഖ്. 24-ന്റെ പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒട്ടേറെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നുണ്ട്. മോൻസി വർഗീസ്, നന്ദി മോൻസി, നമ്മൾക്കൊപ്പം തുടരുമല്ലോ. നമ്മൾ അയോധ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. ശക്തമായ സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെ പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് അയോധ്യയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി. ആർക്കെ, വലിയ സുരക്ഷ ഇതിനോടകം തന്നെ അയോധ്യയിൽ ഉണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും പ്രത്യേക പൂജകളോ ചടങ്ങുകളോ ഒക്കെ ഉണ്ടോ ആർക്കെ അവിടെ? പൂജകൾ അയോധ്യയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ പൂജകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കലശമായിരുന്നു. കലശ ചടങ്ങുകൾ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ പൂർത്തിയായി. അതിനെ തുടർന്നുള്ള പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് വിഗ്രഹത്തിന് ശയ്യയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ കർമ്മം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉള്ള മണിക്കൂറുകളിലാണ് അത് ഉണ്ടാകേണ്ടത്. അത് ഇന്ന് നടക്കും. അതോടുകൂടിയായിരിക്കും ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. നാളെ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. അതിനുശേഷം പ്രാണപ്രതിഷ്ഠ ഏതാണ്ട് 12 മണിക്ക് ശേഷമുള്ള
12:30 ഇടയിലുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാനായിട്ട് പോകുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മുഖം മൂടിയ രീതിയിലായിരിക്കും, കണ്ണുകൾ കെട്ടിയ രീതിയിലായിരിക്കും ഈ രാംലല്ല ഉണ്ടാവുക. രാംലല്ലയ്ക്ക് അതിനുശേഷം ആദ്യം കണ്ണാടി രാംലല്ലയ്ക്ക് കാട്ടി ആദ്യത്തെ കാഴ്ച അത് രാംലല്ലയെ തന്നെ കാണിക്കുക എന്നുള്ളതാണ് ചടങ്ങുകൾ. അതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് ദർശനം നടത്തുക. അതോടുകൂടി ആ ചടങ്ങുകൾ അവസാനിക്കും. ഏതായാലും അയോധ്യയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ അടക്കമുള്ളവയും നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം എത്രത്തോളം ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച്. ഞാൻ ഈ നിൽക്കുന്ന മേഖലകളിലടക്കം വലിയ നിയന്ത്രണങ്ങളൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ നിയന്ത്രണങ്ങളൊന്നും ഫലവത്താകുന്ന വിധത്തിലല്ല ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ നിര. ഇവരിൽ പലർക്കും ദിവസങ്ങളോളം ഇവിടെ താമസിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയാണ് അവർ വരുന്നത്. കാരണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക, ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അത് നാളെ ഈ ചടങ്ങ് പൂർത്തിയാകുന്നതുവരെ ആർക്കും അവിടെ പ്രവേശനമോ ദർശനമോ അടക്കമുള്ള ഒന്നും അനുവദിക്കുന്നതല്ല. അതിനുശേഷം 23-ാം തീയതി മുതലാണ് ഈ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ആ ദിവസം വരെ കാത്തുനിന്നതിന് ശേഷമായിരിക്കും ഈ ദർശനം നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുക. അതുകൊണ്ട് വലിയ ഭക്ത നിര ഒരുപക്ഷെ ഈ അയോധ്യയിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ സമീപങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ വന്ന് തമ്പടിക്കുന്ന 10,000 ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത് തങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അന്തിമ ഘട്ടത്തിൽ അയോധ്യയിൽ പൂർത്തിയാവുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും 3 ലെയർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഈ ഒരുക്കിയിരിക്കുന്നു. SPGയുടെ നേരിട്ടുള്ള നിയന്ത്രണവും നിരീക്ഷണവും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. നാളെ പ്രധാനമന്ത്രി എത്തുന്ന സമയം മുതൽ അദ്ദേഹം ഏതാണ്ട് 10 മണിക്ക് ശേഷം അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങും. അതിനുശേഷം അദ്ദേഹം 12 മണി വരെ ക്ഷേത്രത്തിൽ ഉണ്ടാകും. ആ സമയങ്ങളിലെല്ലാം അതികർശനമായിട്ടുള്ള ആകാശ നിരീക്ഷണവും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് ഈ ഖാലിസ്ഥാൻ ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്ന വിധത്തിലടക്കം ആണ് പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മണിക്കൂറുകൾ മാത്രം ഇനി ശേഷിക്കെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം അവസാന ഘട്ടത്തിലുള്ള ഒരുക്കങ്ങളും നടക്കുകയാണ്. ഉന്മേഷ്. ശരി, ആർ രാധാകൃഷ്ണനാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക്. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ കൈക്കൂലി വാങ്ങുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. മദ്യവും പെർഫ്യൂമും മാൾ ഉടമയിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെയാണ് ഭൂരേഖ തഹസിൽദാർ പി സുധാകരൻ വിജിലൻസിന്റെ പിടിയിലായത്. പാലക്കാട് എന്ന വിവരങ്ങളുമായി നിഖിൽ. അപ്പോൾ അങ്ങനെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് കുറേ നാളായി ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പരാതി ഉണ്ടായിരുന്നോ നിഖിൽ? കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ഭൂരേഖ തഹസിൽദാർ പി സുധാകരനെതിരെ പരാതികൾ വ്യാപകമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന്റെ ഉടമ ഐസക് കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് കൃത്യമായി വിജിലൻസിന് തന്നോട് ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയും തുടർന്ന് വിജിലൻസ് നൽകിയ തുക ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും അതിന് പിന്നാലെ വിജിലൻസ് സംഘം എത്തി കയ്യോടെ ഈ ഉദ്യോഗസ്ഥനെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഈ മാൾ ഉടമയിൽ നിന്ന് തന്നെ മദ്യവും പെർഫ്യൂമും കൈക്കൂലിയായി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ കൈവശ അവകാശ രേഖ ശരിയാക്കി നൽകാൻ ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടുകൂടി ഒരുപാടധികം നാള് ഈ മാൾ ഉടമയെ അദ്ദേഹം നടത്തിച്ചു. ഈ കാര്യം നടത്തി കൊടുക്കാതെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ ഭാഗമായാണ് പെർഫ്യൂമും സ്കോച്ച് വിസ്കിയും അടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അന്നെല്ലാം തന്നെ
ഇത് പിന്നീട് ഒരിക്കൽ വിജിലൻസിന് നൽകേണ്ടി വരും അല്ലെങ്കിൽ നൽകും എന്നുള്ള കൃത്യമായ കാര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നത് ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ സ്വന്തം ഓഫീസിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഇത് കൈപ്പറ്റുന്നത്. ഇന്നലെ സംഭവിച്ചത് ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം കൈക്കൂലി തുകയായ 50,000 രൂപ കൈപ്പറ്റാൻ വാങ്ങാൻ എത്തിച്ചേരാൻ ഈ ഐസക്കിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് വിജിലൻസിന് വിവരം അറിയിച്ച ഐസക്ക് വിജിലൻസ് നൽകി 50,000 രൂപയാണ് ഈ ഉദ്യോഗസ്ഥന് കൈമാറിയത്. തുടർന്ന് വിജിലൻസ് സംഘം ഓഫീസിലെത്തുകയും ഫിനോഫ്തലിൻ കലർത്തിയ പണം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ, കൂടുതൽ പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ ഈ ഉദ്യോഗസ്ഥൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു പോരുകയാണ്. ഉന്മേഷ്. ശരി നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കുറേ നാളുകളായി അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. നിഷാദ് വി പറയുന്നുണ്ട്. പുല്ലങ്കോട് യൂത്ത് ഇന്ത്യ ക്ലബിന്റെ 45ാം വാർഷികമാണെന്ന് പറയുന്നു. വാർഷികത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. വരാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അന്ന് വരാൻ കഴിയില്ല. നമ്മൾ അന്നിവിടെ സ്റ്റുഡിയോയിലുണ്ടാകും വാർത്താവതരണത്തിൻ്റെ ഭാഗമായി തന്നെ. പൗലോസ് പറയുന്നുണ്ട് 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾക്ക് നന്ദി പൗലോസ്. നമ്മൾക്കൊപ്പം തന്നെ സജീവമായി തുടരുമല്ലോ. നമ്മളടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. രാജ്യത്തെ 100ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ 24,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന റിപ്പോർട്ടുകൾ. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ദ ക്രെഡിബിളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും അധികം ജീവനക്കാരെ പിരിച്ചുവിട്ട സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളിൽ മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ് ആപ്പ്, ഷെയർചാറ്റ്, സ്വിഗ്ഗി, അൺഅക്കാദമി എന്നിവയാണ് ഉൾപ്പെടുന്നത്. 100ഓളം സ്റ്റാർട്ടപ്പുകളിലായി 24,000-ലധികം ജീവനക്കാരെയാണ് കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടത്. അപര്യാപ്തമായ ഫണ്ടിങ്ങും നിക്ഷേപകരുടെ സമ്മർദ്ദവും കൊണ്ട് പൊറുതിമുട്ടിയ സ്റ്റാർട്ടപ്പുകൾ ചെലവ് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുക എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ബൈജൂസ് 8,000 ജീവനക്കാരെയും ഷെയർചാറ്റ് 500 പേരെയും അൺഅക്കാദമി, സ്വിഗ്ഗി തുടങ്ങിയ സ്ഥാപനങ്ങൾ 380 പേരെയും പിരിച്ചുവിട്ടു. $2022 സ്റ്റാർട്ടപ്പുകൾക്ക് $25 ബില്യൺ നിക്ഷേപം സമാഹരിക്കാനായെങ്കിൽ 2023 സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള ഫണ്ടിംഗ് 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $8.2 ബില്യൺ കുറഞ്ഞു. 10-ലധികം സ്റ്റാർട്ടപ്പുകളാണ് 2023 പ്രവർത്തനം അവസാനിപ്പിച്ചത്. കമ്പനികൾ കൂടുതലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കാൻ തുടങ്ങിയതാണ് ജീവനക്കാരെ വെട്ടിച്ചുരുക്കാനുള്ള മറ്റൊരു കാരണം. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വടകരയിൽ അമ്മയും 2 കുട്ടികളും കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ അഖില, മക്കളായ കശ്യപ്, വൈഭവ് എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ ദേഹത്ത് കെട്ടി അഖില കിണറ്റിൽ ചാടി എന്നാണ് വിവരം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, ഇന്ന് ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഏതാണ്ട് 11 മണിയോടുകൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ, ഈ വടകര തിരുവള്ളൂരിലെ ക്ഷേത്രത്തിൽ പൂജാരിയാണ്. അദ്ദേഹത്തിന്റെ പേര് നിധീഷ് എന്നാണ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഭാര്യയെ കാണാതായപ്പോൾ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. പിന്നീട് ഫോണിലൊക്കെ വിളിച്ചു, ബന്ധപ്പെടാൻ സാധിച്ചില്ല. തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഒപ്പം തന്നെ 2 കുട്ടികളുടെയും മൃതദേഹം വീട്ടുപറമ്പിലെ തന്നെ കിണറ്റിൽ കണ്ടെത്തിയത്. അഖില, മക്കളായ കശ്യപ്, വൈഭവ്, ഇങ്ങനെയാണ് ഇവരുടെ പേരുകൾ. ഈ കുട്ടികളെ അഖില തന്റെ ശരീരത്തിൽ കെട്ടിവച്ചതിന് ശേഷം കിണറ്റിലേക്ക് ചാടി എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം നടക്കാനിടയായ സംഭവം, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് നിലവിൽ ഒരു വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. നിലവിൽ ഈ 3 പേരുടെയും മൃതദേഹം വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. എറണാകുളം കണ്ടനാട് MGM പബ്ലിക് സ്കൂളിന്റെ 13ാമത് ആനുവൽ ഡേ വിപുലമായി ആഘോഷിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. സിനിമാ താരം സാജൻ പള്ളുരുത്തി, കണ്ടനാട് MGM പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി ചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. Who are the part and parcel of this institution. Clearly, I welcome my dear children.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ടി രാമൻ ഭട്ടതിരിപ്പാട് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. നെടുങ്ങാടി ബാങ്ക് ഡയറക്ടറായും ഐവനം പഞ്ചായത്ത് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ടി ദേവിയാണ് ഭാര്യ. അരുണ, അനിൽ, ഉമ എന്നിവർ മക്കളാണ്. ഡോക്ടർ ഭട്ടതിരിപ്പാട്, നങ്ങേമ, സാവിത്രി എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഇന്ന് വെള്ളറക്കാട് തെക്കേടത്ത് മനക്കലിൽ നടക്കും. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമ്മോടൊപ്പം ഇനിയും തുടരുക, സജീവമായി തന്നെ കൂടെ ഉണ്ടാവുക.